തൃത്താല പൈതൽ ജാറം ആണ്ട് നേർച്ച ഫെബ്രുവരി 12 വ്യാഴാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. കാലത്ത് 6 മൗലീദ് പാരായണം, 7 കൂട്ടസിയാറത്ത്, ഖുർആൻ പാരായണം, ഉച്ചയ്ക്ക് 1:30 കൊടികയറ്റം, രാത്രി 10 ഖുർആൻ ഖത്തം ദുആ എന്നിവ ഉണ്ടായിരിക്കും. നേർച്ച ദിവസം രാവിലെ 9 മുതൽ 11:30 വരെ ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് തൃത്താല മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ അറിയിച്ചു. തൃത്താല പൈതലിൻ്റെ ജാറത്തിങ്കിലെ ആണ്ട് നേർച്ച എല്ലാ വർഷവും നടത്തപ്പെടുന്ന പോലെ ഈ വർഷവും ഫെബ്രുവരി 12 മകരം 29 വ്യാഴാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ ആണ്ട് നേർച്ച. രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം മൗലിദ്, തുടർന്ന് കൂട്ട് സിയാറത്ത്, 9 മണി മുതൽ 11:30 വരെ ഭക്ഷണ വിതരണം, ഉച്ചയ്ക്ക് 1:30 കൊടികയറ്റം, രാത്രി 10 മണിക്ക് ഖത്തം ദുആ. ഇങ്ങനെയാണ് ഈ വർഷത്തെ പരിപാടികൾ. ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷവും നമ്മുടെ പൈതലിൻ്റെ ജാറത്തിങ്കിലെ നേർച്ച ഭംഗിയായി നടത്താൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഫെബ്രുവരി 10 ചൊവ്വാഴ്ച മഗ്‌രിബിന് ശേഷം മജ്‌ലിസുന്നൂർ വാർഷികവും മതപ്രഭാഷണവും ഉണ്ടായിരിക്കുമെന്ന് തൃത്താല മഹല്ല് ഖത്തീബ് അബ്ബാസ് ദാരിമി അറിയിച്ചു. തൃത്താല പൈതൽ ജാറം നേർച്ചയോടനുബന്ധിച്ച് തൃത്താല മഹല്ലിൽ വർഷങ്ങളായി നടന്നു വരുന്ന മജ്‌ലിസുന്നൂർ ദിക്ർ ദുആ സദസ്സ് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച മഹലിൽ നടത്തി വരുന്ന പരിപാടി. അതിൻ്റെ വാർഷികം ഇൻഷാ അല്ലാഹ് 10-ാം തീയതി ചൊവ്വാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടൻ ജുമുഅത്ത് പള്ളി പരിസരത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. മജ്‌ലിസുന്നൂറിൻ്റെ സദസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ മഹല്ലത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അവിടെ വന്ന് ദുആ ചെയ്ത് നേർച്ചയാക്കി കാര്യങ്ങൾ നേടിയതുമൊക്കെ നമുക്ക് ഒരുപാട് അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയമായി നമുക്ക് ഉത്തേജനം നൽകുന്ന വലിയ ഒരു സദസ്സാണ് നാളെ ചൊവ്വാഴ്ച നടക്കുന്ന മജ്‌ലിസുന്നൂർ വാർഷികം എന്നുള്ളത്. പരിപാടിയിൽ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ബഷീർ ഫൈസി ദേശമംഗലമാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച പൈതൽ ജാറം നേർച്ച കൂടി നടക്കുകയാണ്. ഈ 2 പരിപാടികളിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മജ്‌ലിസുന്നൂറിലും നേർച്ചയിലും എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് തൃത്താല ടൗൺ ജുമാ മസ്ജിദ് കമ്മിറ്റി അറിയിച്ചു. കെ ന്യൂസ് തൃത്താല.